ശ്രീമതി ശിവകാമി നടരാജൻ അവരുടെയും ശിഷ്യഗണങ്ങളുടെയും പഞ്ചവീണാവാദനം ആരംഭിക്കുന്നതാണ്. ശിവകാമി ടീച്ചർ AIRലെ ബി ഹൈ ആർട്ടിസ്റ്റാണ്. അവരുടെ ഗുരു വിദുഷി ഗോമതി ചിദംബരം അവർകളാണ്. ശിവകാമി ടീച്ചർ ഇപ്പോൾ തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളാണ്. ധാരാളം സഭകളിൽ വീണ കച്ചേരികൾ അവതരിപ്പിച്ചു വരുന്നു. സപ്തവീണ, പഞ്ചവീണ, വീണ, വേണു, വയലിൻ സമന്വയം എന്നീ പരിപാടികൾ വിവിധ വേദികളിൽ അവതരിപ്പിച്ചു വരികയാണ്. എല്ലാവരും നിശബ്ദരായി സക്ഷമരായി ഇത് വീക്ഷിക്കണം, ശ്രവിക്കണമെന്ന് വിനീത പുരസരം അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. എല്ലാവരും നിശബ്ദരായി തുടരുക. ടീച്ചറിന് ഞങ്ങളുടെ ഹാർദവമായ സ്വാഗതം. CGBSന്റെ പേരിലും 100ാമത് പങ്കുനിയുത്ര മഹോത്സവം വേദിയിലേക്ക് കമ്മിറ്റിയിലെ ഓരോരുത്തരുടെ പേരിലും ഗ്രാമനിവാസികളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. ടീച്ചറിനോടൊപ്പം എത്തിയിട്ടുള്ള ശിഷ്യഗണങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ വിനയമായ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. തുടർന്ന് മൃദംഗത്തിൽ ശ്രീ L. ഗോപാലകൃഷ്ണൻ അവർകൾ. അദ്ദേഹം വലിയശാലയ്ക്ക് വളരെ സുപരിചിതനാണ്. ബാലു സാറിൻ്റെ കൂടെ ധാരാളം തിരുപ്പുകൾ വേദികളിലും അദ്ദേഹം തിളങ്ങി നിൽക്കുന്നതാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ സീനിയർ മൃദംഗം ആർട്ടിസ്റ്റാണ്. AIRലെ ബി ഹൈ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം പത്മശ്രീ TK മൂർത്തി അവരുടെ ശിഷ്യനുമാണ്. കൃഷ്ണ അയ്യരുടെ ശിഷ്യനാണ്. 40 വർഷമായി കലാരംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നു. മൃദംഗം, ഘടം, മുഖശങ്ക് എന്നിവയിൽ അഗ്രഗണ്യനാണ്. മദ്ദളം കൂടാതെ മദ്ദളം, തിമില എന്നീ വാദ്യോപകരണങ്ങളിലും അഗ്രഗണ്യനാണ്. ആകാശവാണിയിലും ദൂരദർശനിലും അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം മുഖർശങ്കിലും അദ്ദേഹം B ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം ചാക്യാർകൂത്തിൽ അദ്ദേഹം മദ്ദളം, തിമില എന്നീ വാദ്യോപകരണം, മിഴാവ് എന്നീ വാദ്യോപകരണം ധാരാളം വേദികളിൽ, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പോലുള്ള ധാരാളം വേദികളിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്തു കൊള്ളുന്നു.
പത്മശ്രീ പാറശാല ബി പൊന്നമ്മാൾ ടീച്ചറിൻ്റെ ശതാബ്ദി ആഘോഷം കഴിഞ്ഞതിൻ്റെ ഭാഗമായി ഒരു ശതാബ്ദി ആഘോഷത്തിൻ്റെ വിവിധ തരം പരിപാടികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചിത്രങ്ങളും അതിലെ ഓരോ ഇൻസ്റ്റൻസും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ബുക്ക്ലെറ്റ് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. ടീച്ചറിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന ചടങ്ങുകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ബുക്ക്ലെറ്റിൻ്റെ പ്രകാശനത്തിനായി വീണ സംഗീത സഭ സെക്രട്ടറി ശ്രീ ശ്രീകുമാരൻ തമ്പി സാറിനെയും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാം അഭിവന്ദ്യ ഗുരുനാഥിയായിരുന്ന പാറശാല പൊന്നമ്മാൾ ടീച്ചറിൻ്റെ 100ാം ജന്മശതാബ്ദി ആഘോഷം കഴിഞ്ഞ നവംബറിൽ ഇവിടെ നടത്തുകയുണ്ടായി. 2 ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ ടീച്ചറുടെ എല്ലാ ശിഷ്യരും മദ്രാസിൽ നിന്നും എറണാകുളത്ത് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ തന്നെയാണ് ഞങ്ങൾ പഞ്ചരത്ന വീണ പരിപാടി ശിവകാമി ടീച്ചർ അവതരിപ്പിച്ചത്. ഇന്നും ടീച്ചർ ഈ പരിപാടിയുടെ അവതരിപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു ചെറിയ ബുക്ക്ലെറ്റ്, ആ പരിപാടികളുടെ എല്ലാ വിശദാംശങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ചെറിയ ബുക്ക്ലെറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് റിലീസ് ചെയ്യുന്നതിന് ഞങ്ങളുടെ എല്ലാ വീണാ സംഘിൻ്റെ എല്ലാ പരിപാടികൾക്കും വളരെയധികം സഹായം ചെയ്തു തന്നിട്ടുള്ള ബ്രാഹ്മണ സമുദായം പ്രസിഡൻറ്റ് ശ്രീ എച്ച് നാരായണൻ സാർ അവരെ ക്ഷണിക്കുന്നു. ഒരു പത്മശ്രീ പുരസ്കാരത്തിൻ്റെ കഥ. പത്മശ്രീ പാണശാല ബി പൊന്നമ്മാൾ 1924-2024 വീണ സംഗീത സംഘ് തിരുവനന്തപുരം. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വീണ വിദുഷിയായ ശിവകാമി ടീച്ചറിനെ സാദരം ക്ഷണിക്കുന്നു.
தமிழ்லே பேசுகிறேன். எல்லாருக்கும் ரொம்ப நமஸ்காரம். An awesome audience, I should say. Awesome. இதை மாதிரி ஒரு சப்போர்ட்டிவான ஆடியன்ஸ் இருந்தால் எவ்வளோ மணிக்கிறோனாலும் நாங்கள் வாசிப்போம். சூப்பர் ஆடியன்ஸ்னால் ஃப்ரம் த பாட்டம் ஆஃப் மை ஹார்ட் ஐ எம் டெல்லிங் யூ. ரொம்ப சப்போர்ட்டிவ், தாளம் போடுறதும் ரசிக்கிறதும் எங்களுக்கு அப்படியே பூஸ்ட்டு, வேறு ஒன்றும் சொல்ல முடியலை. அப்படியே எங்களுக்கு ரொம்ப இந்த ஸ்டேஜ் அப்படியே எங்களுக்கு ரொம்ப டிவைனாக இருக்குது. செகண்ட் டைம் நாங்கள் இந்த ஸ்டேஜில் வாசிக்கிறோம். கணபதியோட கடாட்சனால ஒருபாடு ஸ்டேஜ் இது மாதிரி கிடைக்கணும், எல்லாரோட அனுகிரகம் வேணும். நிறைய ட்ராபேக்ஸ் இருக்குது. என்னோடய ஸ்டூடெண்ட்ஸு நானும் எல்லாமே தப்பு நிறைய பண்ணியிருப்போம். தேவியது எல்லோரும் பாடன் பண்ணுங்கோ, என்கரேஜ் பண்ணுங்கோ, ப்ளஸ் பண்ணுங்கோ எல்லாரையும் ப்ளீஸ். இந்த கிராம சமுதாயத்துக்கு ரொம்ப ஸ்பெஷல் தேங்க்ஸு. பின்ன no words to say. Gopalakrishnan and Ramaswamy, such a wonderful support, wonderful team. எல்லாருக்கும் தேங்க்ஸ், எல்லாருக்கும் தேங்க்ஸ். இது பங்குனித்துறத்தோடு 100வது வார்ஷிகம்னால பின்ன மங்களம் வந்து நாங்கள் ஹரிவராசனம் வாசிக்கலாம்னு இருக்கோம். தேங்க்யூ.
വിശപ്പും ദാഹവും പോലും മറന്ന് ഇത്രയും നേരം നമ്മളെയൊക്കെ നമ്മുടെ ധമനികളിലൂടെ സംഗീതം ഒഴുകിച്ച് നമ്മളെയൊക്കെ ഭക്തിയിൽ ആറാടിച്ച ശിവകാമി ടീച്ചറിനും സംഘത്തിനും എത്ര കൃതാർത്ഥത അറിയിച്ചാലും മതിവരില്ല എന്നറിയാം. എന്നാലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും CGBSൻ്റെ പേരിലും എല്ലാവരുടെയും നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു, കൃതാർത്ഥത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രാവിലെ മുതൽ ഇവിടെ സരസ്വതി വാഗ്ദേവതയുടെ വർഷമാണ് ഇവിടെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാഗ്ദേവതകളുടെ വീണാനാദം കൊണ്ട് തന്നെ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. ഇത്രയും നല്ല ഒരു സംഗീത വിരുന്നൊരുക്കി തന്ന ടീച്ചറിനും സംഘത്തിനും ആദരവർപ്പിക്കുന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരാകുന്നു. ശിവകാമി ടീച്ചറിനെ ആദരിക്കുന്നതിനായി സീതാലക്ഷ്മി ടീച്ചറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മൃദംഗത്തിൽ ലയവിന്യാസം തീർത്ത ശ്രീ ഗോപാലകൃഷ്ണൻ സാറിനും ഘടത്തിൽ ലയവിന്യാസം തീർത്ത ശ്രീ രാമസ്വാമി അദ്ദേഹത്തിനും ആദരവർപ്പിക്കുന്നതിനായി സിംഗപ്പൂർ ശ്രീ കുമാർ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത്രയും പ്രഗത്ഭരായ കലാകാരെ, സംഗീതജ്ഞരെ ആദരവർപ്പിക്കുന്നതിലൂടെ നമുക്ക് വളരെ ആനന്ദമായ മുഹൂർത്തങ്ങളാണ് ഇവിടെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ 100ാമത് പങ്കുനൂത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമ്മൾ ഓരോരുത്തരും അനുദിനവും അനുഗ്രഹീതരാകുന്നു. അടുത്തതായി ശ്രീലക്ഷ്മി അവർകളെ ആദരിക്കുന്നതിനായി പ്രിയ മണി അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശബ്ദത്തിലൂടെയും നാദത്തിലൂടെയും ഹരിവരാസനം ദിവസവും ആസ്വദിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ നാദസ്വരത്തിൽ നമ്മളത് ആസ്വദിച്ചു, ഇന്ന് വീണയിലും. അടുത്തതായി മായാ ചിന്നി അവർകളെ ആദരിക്കുന്നതിനായി ശ്രീമതി രമ അവർകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ശ്രീമതി വീണ ബാലാജി. ചേച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. ചേച്ചി പാണ്ഡ്രങ്കൻ ക്ഷേത്രത്തിൽ ഹരിപാഠ്, സമ്പ്രദായ ഭജന തുടങ്ങിയവയുടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ആദരിക്കുന്നതിനായി ചിത്ര അവർകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ വിദുഷിയായ ശരണ്യാബി മംഗളുടെ മാതാവാണ്. ബാലകൃഷ്ണൻ ഇവിടെ ഭക്തിഗീതങ്ങൾ പാടിയ ബാലകൃഷ്ണൻ ചേട്ടൻ്റെയും അമ്മയാണ്. വീണ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞു തീരില്ല. അഭംഗങ്ങൾ വളരെ മനോഹരമായി ആലപിക്കുന്ന ആളാണ്. സമ്പ്രദായ ഭജന അതിലൊക്കെ അഗ്രഗണ്യായി ധാരാളം ശിഷ്യസമ്പത്തുകളും ഉണ്ട്. അടുത്തതായി ബൃന്ദ അവർകളെ ആദരിക്കുന്നതിനായി ശ്രീമതി രാധ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പാർവതി അവർകളെ ആദരിക്കുന്നതിനായി ശ്രീമതി ലക്ഷ്മി ഹരിഗണേശനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ടീച്ചറിനും സംഘത്തിനും ഒരിക്കൽ കൂടി അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്രയും നേരം സക്ഷമരായി ഇത് വീക്ഷിച്ച് ശ്രവിച്ച് അവർക്കും ഒരു ആസ്വാദനം ഒരുക്കിക്കൊടുത്ത ആസ്വാദകർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
തുടർന്നുമുള്ള എല്ലാ കലാപരിപാടികൾക്കും എല്ലാവരുടെയും സഹകരണം ഇതുപോലെ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവരും സമാരാധനയ്ക്ക് പോകേണ്ടതാണെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം കൃത്യം 4 മണിക്ക് തന്നെ ആദിശേഷ കോലാട്ട മണ്ഡലിയുടെ കോലാട്ടം ഇവിടെ അരങ്ങേറുന്നതാണ്. എല്ലാവരും ഉപവിഷ്ടരാകണമെന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു.